ഹായ് കൂട്ടുകാരെ, വൈകി വന്ന വേളയിലായാലും ഇതാ നമ്മൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ശിവരാത്രീൻ്റെ അന്ന് ശിവക്ഷേത്രത്തിൽ പോയ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണുന്നത്. അന്ന് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വന്നപ്പോൾ ഇതാ കണ്ടത് നേരെ തിരുവാതിരക്കളിയാണ് കേട്ടോ. അത് കുറച്ച് നേരം നോക്കി നിന്നാണ്ട് ഇതാ ആ ഒരു സമയത്താണ്, ആ ഒരു ദിവസമാണ് വിഷ്ണുവിനും സൂര്യമോൾക്കൊക്കെ നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞത്. വിഷ്ണുവിനാണെങ്കിൽ കൗണ്ട് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ. അമ്പലത്തിലേക്ക് രാവിലെ പോരണം വിചാരിച്ച, രാവിലെ ആണെങ്കിൽ രണ്ടുപേർക്കും നല്ല പനി ആയതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ തൊഴാൻ വരാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ രാത്രി എന്തായാലും പോരണം എന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ പോകുന്നതാണ്. പനീൻ്റെ ക്ഷീണം കൊണ്ടാണ് കേട്ടോ വിഷ്ണു അവിടെ ഇരിക്കണത്, സൂര്യമോളെ എടുത്തുകൊണ്ട് നിൽക്കണത്. അല്ലെങ്കിൽ ഓല് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അങ്ങനെ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, നമുക്ക് വിഷ്ണു കുറച്ച് നേരം ഒന്ന് സ്റ്റേജ് പരിപാടി കണ്ടാലോ എന്ന്. അപ്പോൾ ഓനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ ക്ഷീണം വരുന്നുണ്ട്, വല്ലാണ്ട് ഇവിടെ നിൽക്കും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ സ്റ്റേജ് പരിപാടി ഒന്നോ രണ്ടെണ്ണോ കണ്ടപ്പോഴത്തേന് വിഷ്ണുവിന് നല്ല ക്ഷീണം വന്നിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല മക്കളെ, ഞങ്ങൾ മതിലിന് ചാരിതാ ഇവിടെ ഇരിക്കാം, കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഇരുന്നതാട്ടോ. തോളിൽ നിന്ന് ചാരിയാണ്ട് വിഷ്ണു പറയണത്, അമ്മ പൂവല്ലേ ഇഞ്ഞ് നിൽക്കണ്ടാന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. സൂര്യമോൾ ഇതാപ്പൂത്തിന് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. തൊഴുതിറങ്ങിയിട്ടായിരിക്കും, ശിവക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടാവും സൂര്യമോൾക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിഷ്ണുവിനാണെങ്കിൽ പനി വിട്ടിട്ടുണ്ട്, പോരുന്ന സമയത്തൊക്കെ നല്ല പനിയായിരുന്നു. എന്തായാലും പനി വിട്ടെങ്കിൽ ക്ഷീണം മാറിയിട്ടില്ല. ഇനിയിപ്പോൾ അധികം ഇവിടെ നിന്നിട്ടും കാര്യമില്ല എന്ന് തോന്നി. കാരണം അധികം നിന്നാൽ മക്കൾക്കും ക്ഷീണം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷ്ണു പൂവല്ല അമ്മ പൂവല്ലേ എന്നും പറയുന്നുണ്ട്. ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുന്നപ്പാല ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അന്ന് രാത്രി ഞങ്ങൾ വന്നത്. അപ്പോൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മക്കളെ, ഞങ്ങൾ തിരിച്ചു പോട്ടെ. ഇനിയിപ്പോൾ അധികം നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ടാറ്റ ബൈ.